ഹലോ ഗായ്സ്, MS Excel വീഡിയോസിൻ്റെ 6ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് ആണ്. ഒന്ന് വി ലുക്കപ്പും ഒന്ന് എച്ച് ലുക്കപ്പും. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ നമുക്കൊരു പർട്ടിക്കുലർ ഡാറ്റ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ വി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെർട്ടിക്കൽ ലുക്കപ്പാണ്. അതുപോലെ തന്നെ എച്ച് ലുക്കപ്പ് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലുക്കപ്പ്. അതായത് വി ലുക്കപ്പ് പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡാറ്റ നമുക്ക് എടുക്കണം, ലുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. അത് പക്ഷേ വെർട്ടിക്കലായിട്ടുള്ള ഡാറ്റ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വി ലുക്കപ്പ് ഉപയോഗിക്കും. പക്ഷേ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡാറ്റേൻ്റെ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് എച്ച് ലുക്കപ്പ് ഉപയോഗിക്കും. ഈ രീതിയിൽ നമ്മളൊക്കെ ഒന്ന് തരംതിരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ചെയ്യുന്ന പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വി ലുക്കപ്പാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് എക്സാമ്പിൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് റോൾ നമ്പർ വരുന്നുണ്ട്, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, ജെൻഡർ, ടോട്ടൽ മാർക്സ് ഫോർ 6 സബ്ജക്ട്സ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് എനിക്കിനി വേണ്ട ഡാറ്റ എന്ന് പറഞ്ഞാൽ റോൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് സ്റ്റുഡൻറ്റിൻ്റെ പേര് വരണം, ടോട്ടൽ മാർക്സും സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്സും വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ചെയ്താൽ നമുക്ക് ഒരു എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ ഇതിൻ്റെ വി ലുക്കപ്പിൻ്റെ ഉദ്ദേശം. അത് വെർട്ടിക്കലായിട്ടുള്ള ഡാറ്റയാണ് ഈ റേഞ്ച് വരുന്നല്ലേ, വെർട്ടിക്കൽ സ്ട്രെയിറ്റ്, അതായത് ഹോളം വൈസ്. ഓക്കെ, അപ്പോൾ റോൾ നമ്പർ ആദ്യം അടിക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇപ്പുറത്ത് റോൾ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഡാറ്റ വരണം, നെയിം ഓഫ് സ്റ്റുഡൻറ്റും വരണം, ടോട്ടൽ മാർക്സും വരണം. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ഫോർമുല ടൈപ്പ് ചെയ്യണം, ഈക്വൽ ടു കൊടുക്കും, അത് ഈക്വൽ ടു കൊടുക്കും, എന്നിട്ട് ഫംഗ്ഷൻ ആക്ടിവിറ്റിക്കും, എന്നിട്ട് വി ലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വി ലുക്കപ്പ് വാല്യൂ, ഏത് വാല്യൂവിനെ നമുക്ക് ആദ്യം ഇതിൻ്റെ അത് സെർച്ച് ചെയ്യേണ്ടത്, ഈ ഒരു ടേബിളിൽ സെർച്ച് ചെയ്യേണ്ടത്. അപ്പം എനിക്ക് ഈ ഒരു റോൾ നമ്പറിനെ സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കോമ ഇടുക, എന്നിട്ട് ടേബിൾ എറേ എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ടേബിളിനെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യണം. അതായത് ഇത് ഫുള്ള് നമ്മൾ സെലക്ട് ചെയ്യണം എന്നർത്ഥം. ഓക്കെ, ഇത് ഫുൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിന് ഈ ടേബിളിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ടേബിൾ എറേ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോളം ഇൻഡെക്സ് നമ്പർ, എത്രാമത്തെ കോളത്തിനെ എനിക്ക് സെർച്ച് ചെയ്യേണ്ടത്. അതായത് ഇതൊന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം, ഇത് മൂന്നാമത്തെ, ഇത് നാലാമത്തെ. എനിക്കിപ്പം നെയിം ഓഫ് സ്റ്റുഡൻ്റ് അല്ല പറയുന്നത്, ഈ ടേബിളിൽ രണ്ടാമത്തെ കോളം എനിക്ക് സെലക്ട് വേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ കോളത്തിൽ സെർച്ച് ചെയ്തിട്ട് എടുക്കേണ്ടതാണ് ഡാറ്റ. ഓക്കെ, ഇനി എക്സാക്റ്റ് മാച്ച് ആയിരിക്കണം അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് മാച്ച് ആയിരിക്കണം. അതായത് ഏകദേശം മാച്ച് ആയിരിക്കുന്ന ഡാറ്റ വേണോ അല്ലെങ്കിൽ എക്സാക്റ്റ് മാച്ച് വേണം. അപ്പോൾ നമ്മൾ പൊതുവേ എക്സാക്റ്റ് മാച്ചാണ് കൊടുക്കുക. എക്സാക്റ്റ് മാച്ചിന് വേണ്ടിയിട്ട് നമ്മൾ 0 കൊടുക്കണം എക്സാക്റ്റ് മാച്ച് ആണെങ്കിൽ. അതായത് ഇപ്പം 1 അടിച്ചിട്ടുണ്ടെങ്കിൽ 1 ഡാറ്റ കൃത്യമായിട്ട് വരുന്ന രീതിയിൽ. ഓക്കെ, അതായത് റോൾ നമ്പർ 1 അടിച്ചാൽ അബ്ദുൾ റഹ്മാനെ വരണം, ആ രീതിയിൽ തന്നെ വരാൻ അതാണ് എക്സാക്റ്റ് മാച്ച് ഉദ്ദേശിക്കുന്നത്. ഏകദേശം മാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, ആദ്യം ഇത് പറഞ്ഞു തരട്ടെ. ഓക്കെ, 0 എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് മാച്ചാണ്, 1 എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് മാച്ചാണ്, 0 ഞാൻ കൊടുക്കുന്നത് എക്സാക്റ്റ് മാച്ച്. അപ്പോൾ അതിന് ശേഷം എൻ്റർ ചെയ്യാം. അബ്ദുൾ റഹ്മാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ സിംപ്ലി പറഞ്ഞാൽ എനിക്കിപ്പോൾ രണ്ടാമത്തെ റോൾ നമ്പർ അറിയാം, പക്ഷെ ആളെ പേര് അറിയില്ല എന്ന് വിചാരിക്കും. രണ്ടാമത്തെ ആളെ അറിയാം, ഗണേശൻ വന്നു. ഇനി 38ാമത്തെ ആളെ എടുക്കുന്നു, 38 എന്ന് അടിച്ചു വന്നു, ഇബ്രാഹിം വന്നു. ആ രീതിയിൽ ഡാറ്റ പെട്ടെന്ന് നമുക്ക് ഈ ഒരു വലിയൊരു റേഞ്ച് ഓഫ് ഡാറ്റയിൽ നിന്ന് എടുക്കാൻ പറ്റും എളുപ്പത്തിൽ. സെയിം മെത്തേഡ് നമുക്ക് ടോട്ടൽ മാർക്സ് അപ്ലൈ ചെയ്യും. ടോട്ടൽ മാർക്സ് എനിക്ക് ഇതിൻ്റെ അത് ഐഡൻറ്റിഫൈ ചെയ്യണം, ടോട്ടൽ മാർക്സ് എനിക്ക് ഇതിൻ്റെ അത് കാണണം. റോൾ നമ്പർ അടിക്കുമ്പോൾ ടോട്ടൽ മാർക്സ് കാണണം. അപ്പോൾ റോൾ നമ്പറിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, റോൾ നമ്പറിന് ബേസ് ചെയ്തിട്ടാണ്. ഈക്വൽ കൊടുക്കുക, വി ലുക്കപ്പ് കൊടുക്കും, വി ലുക്കപ്പ് എന്നുള്ള ഫോർമുല ആക്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഏത് റോൾ നമ്പറിന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക. പേര് ബേസ് ചെയ്തിട്ടല്ല, റോൾ നമ്പർ ബേസ് ചെയ്തിട്ട്. എനിക്ക് റോൾ നമ്പർ അറിയാം, ആളെ പേര് അറിയില്ല. അപ്പോൾ റോൾ നമ്പർ ടൈപ്പ് ചെയ്താൽ എനിക്ക് ഡാറ്റ കിട്ടണം. ഓക്കെ, കോമ ടേബിൾ എറേ എന്നാൽ ഈ ടേബിൾ മൊത്തം സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇത് ഈ ഒരു ടേബിളിൽ എത്രാമത്തെ കോളാണെന്ന് എനിക്ക് സെർച്ച് ചെയ്ത് എടുക്കേണ്ടത് ഡാറ്റ. 1, 2, 3, നാലാമത്തെ. അപ്പോൾ 4 നടിക്കും. കോമയുടെ എക്സാക്റ്റ് മാച്ച് ആയിരിക്കണം, കറക്റ്റ് ഈ ഒരു 38ൻ്റെ മാർക്ക് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. യെസ്, അപ്പോൾ 0 ഇടും. എക്സാക്റ്റ് മാച്ചിന് 0, അപ്രോപ്രിയേറ്റ് മാച്ചിന് 1. ഓക്കെ, എൻ്റർ അടിക്കും. 350 കിട്ടിയിട്ടുണ്ട്. 350 38 ഇബ്രാഹിം 350. ഓക്കെ, റൈറ്റ് ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം മനസ്സിലായിരുന്നു എന്നാൽ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഈ റേഞ്ച് ഓഫ് ഡാറ്റയിൽ നിന്ന് നമുക്കൊരു പർട്ടിക്കുലർ ഡാറ്റ എളുപ്പത്തിൽ എടുക്കാൻ പറ്റണം.
അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ സിമ്പിളായിട്ട് ഒരു കാര്യം കൂടി പറയാം. ഞാനിപ്പോൾ ടേബിൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക ഇതിന്. അതിന് എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ടേബിളിന് നമുക്ക് പേര് കൊടുക്കാൻ പറ്റും. അതായത് ഓരോ ടേബിളിന് നമുക്ക് എളുപ്പത്തിൽ പേര് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏരിയ റേഞ്ച് സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പേര് കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് എനിക്കിപ്പം ഈ ടേബിളിനെ കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്ത് ടേബിളിൻ്റെ പേര് കൊടുക്കണം. ഇവിടെ ജസ്റ്റ് വന്നിട്ട് ടേബിളിൻ്റെ പേര് ഇപ്പോൾ മാർക്സ് എന്ന് കൊടുത്തു വന്നായിരിക്കും. മാർക്സ്. ഓക്കെ, അതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ടേബിളിൻ്റെ റേഞ്ച് മൊത്തം സെലക്ട് ചെയ്ത് ടേബിൾ മൊത്തം സെലക്ട് ചെയ്തിട്ട് അതിന് ശേഷം ഈ ഒരു സൈഡിൽ പോയിട്ട് ഇത് പേര് കൊടുക്കുന്ന ഏരിയ ആണ് എന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സാധാരണ സെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പേര് കാണുന്നുണ്ട്. സെല്ലിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ടേബിൾ മൊത്തം സെലക്ട് ചെയ്താൽ ഈ ഒരു ടേബിൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്താൽ കണ്ടോ അവിടെ പേര് കാണിക്കുന്നുണ്ടോ. അപ്പം ഈ പേരിനെയും നമുക്ക് വേണ്ടിക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് പറയാം. അതായത് ഞാനിപ്പോൾ ഇവിടെ റേഞ്ചാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഓൾറെഡി പേര് കൊടുത്തല്ലോ, മാർക്സ് എന്ന്. കണ്ടോ, ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മാർക്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി പേര് കൊടുത്തു കഴിഞ്ഞു, മാർക്സ് എന്ന്. അപ്പം ആ രീതിയിലും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. ഇവിടെ അതേപോലെ തന്നെ. അതായത് റേഞ്ച് ഓഫ് വാല്യൂസിന് നമ്മളൊരു ഈ ഒരു റേഞ്ചിന് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത റേഞ്ചിന് ഒരു പേര് കൊടുത്തു. അപ്പോൾ ആ പേര് നമുക്ക് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, ഓക്കെ, പേര് അടിച്ചാൽ മതി. അപ്പം നമ്മളിങ്ങനെ പോയിട്ട് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പേര് ജസ്റ്റ് അടിക്കുമ്പോൾ തന്നെ വരും. കാരണം ഓൾറെഡി ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഓഫ് ഡാറ്റയ്ക്ക് ഞാനൊരു പേര് കൊടുത്തു, മാർക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി റേഞ്ച് ഓഫ് ഡാറ്റ ഞാൻ അപ്പം പറഞ്ഞു പറ്റും. റേഞ്ച് ഓഫ് ഡാറ്റ എൻ്റെ സാധനം പറഞ്ഞു വി ലുക്കപ്പ്. ഓക്കെ, വി ലുക്കപ്പിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ എക്സാക്ട് മാച്ച് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. ഒന്ന് എക്സാക്ട് മാച്ച് പറഞ്ഞു. ഇതിപ്പോൾ എക്സാക്ട് മാച്ചാണ് വന്നിട്ടുള്ളത്. 38ൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലേ. 38 ഇബ്രാഹിം 350. ഇനി എക്സാക്ട് മാച്ച് അല്ലെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 39 അടിച്ച് അറിയാണ്ട് ബൈ ചാൻസ് അടിച്ചത്, എനിക്ക് തെറ്റിയിട്ട് അടിച്ചതെന്ന് വിചാരിക്കും 39. പക്ഷെ എന്നാലും എനിക്ക് 38ൻ്റെ വാല്യൂ വരണം. അതാണ് ഈ ഒരു അപ്രോപ്രിയേറ്റ് മാച്ചിന് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പം ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ വി ലുക്കപ്പ് ചെയ്തു. വി ലുക്കപ്പ് ഒന്നും കൂടി അടിക്കാം. ഈക്വൽ ടു വി ലുക്കപ്പ് റോൾ നമ്പറിന് സെലക്ട് ചെയ്യുന്നു. പിന്നെ മാർക്സ്, അതായത് ഈ ഒരു റേഞ്ചിൻ്റെ പേര് മാർക്സ്. ഓക്കെ, ടേബിളിൻ്റെ പേര് മാർക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, കോമ എത്രാമത്തെ സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്യണം. ഓക്കെ, 2 എന്ന് കൊടുക്കും. കോമ ഇടുക. അതിനുശേഷം അപ്രോപ്രിയേറ്റ് മാച്ച് എന്ന് കൊടുക്കുന്നു. അത് അപ്രോപ്രിയേറ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ 0 എന്ന് ഇട്ടാലും 1 എന്ന് ഇട്ടാലും കുഴപ്പമില്ല. ഓക്കെ, ഏതിട്ടാലും കുഴപ്പമില്ല. 1 എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് മാച്ച്, 0 എന്ന് പറഞ്ഞാൽ എക്സാക്ട് മാച്ച്. ഓക്കെ, അപ്പം നിലവിലിപ്പോൾ ഇബ്രാഹിം അങ്ങനെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ 39 അടിക്കുന്ന വിചാരിക്കും. ഇവിടെ മാറും, ഇത് നോക്കണ്ട. ഞാനിവിടെ മാത്രമേ ഫോർമുല കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നിലവിൽ 39 കൊടുത്തു. 39 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 39 ഡാറ്റ ഇല്ല. പക്ഷേ അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഡാറ്റേനെ സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 39ന് ഡാറ്റ ഇല്ല. 39 പറഞ്ഞാൽ നമുക്കൊരു ഡാറ്റ ഇല്ല. പക്ഷേ 39ൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? 38 അല്ലേ? 38ൻ്റെ വാല്യൂ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. അതാണ് ഈ അപ്രോപ്രിയേറ്റ് മാച്ചിനെ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് ആ ഒരു റേഞ്ചിൽ വരുന്ന ഡാറ്റ ആണ്. അതിന് നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഡാറ്റേനെയാണ് അത് തരുന്നത്, ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇബ്രാഹിമിനെ 38ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ള ഇബ്രാഹിം, ആ രീതിയിൽ. ഓക്കെ, ഇതും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈക്വൽ ടു വി ലുക്കപ്പ് റോൾ നമ്പർ എടുക്കുക, ടേബിളിൻ്റെ പേരടിക്കുക, മാർക്സ് എന്നുള്ള പേര്, കോമ അടിക്കുക. എന്നിട്ട് എത്രാമത്തെ കോളമാണ് സെലക്ട് ചെയ്യേണ്ടത്? 1 2 3 4, നാലാമത്തെ കോളം. അപ്രോപ്രിയേറ്റ് മാച്ച് ആണെങ്കിൽ 1 ഇടുക. എൻ്റെ എൻട്രി കണ്ടോ? അതായത് അത് 0 ആണെങ്കിൽ നമുക്ക് ഡാറ്റ കിട്ടില്ല. ഇവിടെ 0 ആണെങ്കിൽ എന്നാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുക, എക്സാക്ട് മാച്ച് എടുത്ത് കളയും. എക്സാക്ട് മാച്ചിന് നമുക്ക് കിട്ടും. എക്സാക്ട് മാച്ച് ഇല്ലല്ലോ. 39 റോൾ നമ്പർ ഡാറ്റ ഇല്ല. അപ്പോൾ എക്സാക്ട് മാച്ച് കിട്ടണമെങ്കിൽ 0 അടിക്കും. പക്ഷേങ്കിൽ എക്സാക്ട് മാച്ച് ഇവിടെ വാല്യൂ ഇല്ല, കാരണം 39ന് വാല്യൂ ഇല്ലാത്തതുകൊണ്ട്, ആ രീതിയിൽ. അപ്പോൾ ഇവിടെ 1 അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ്, അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂവിനെ അത് കൺസിഡർ ചെയ്തെടുക്കും. അതാണ് ഇതിൻ്റെ ബേസിക്കലി എക്സാക്ട് മാച്ചിൻ്റെയും അപ്രോപ്രിയേറ്റ് മാച്ചിൻ്റെയും ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് സിമിലർ പാറ്റേൺ തന്നെയാണ് ഈ ഒരു എച്ച് ലുക്കപ്പിനും ഉള്ളത്. ഇതിപ്പോൾ ഞാൻ വി ലുക്കപ്പ് പറഞ്ഞു, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എച്ച് ലുക്കപ്പ് സിമിലർ പാറ്റേൺ തന്നെ. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിൾ ഇനി ഇതിപ്പോൾ വെർട്ടിക്കലാണല്ലോ ഉണ്ടായത്, വെർട്ടിക്കൽ ഡാറ്റയാണ്. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ ഡാറ്റയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൊറിസോണ്ടൽ ഡാറ്റ ആയിട്ടുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓക്കെ, എച്ച് ലുക്കപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. എക്സാമ്പിൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സെയിൽസ് ഡാറ്റയാണ്. മന്ത് കൊടുത്തിട്ടുണ്ട് ടി വി, മൊബൈൽ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ജൂൺ മാസത്തെ ഡാറ്റ, ജൂൺ മാസത്തെ സെയിൽസിൻ്റെ ഡാറ്റ. ഓക്കെ, ടി വിൻ്റെ വേണം, മൊബൈലിൻ്റെ വേണം, വാഷിംഗ് മെഷീൻ്റെ, റെഫ്രിജറേറ്ററിൻ്റെ ആ രീതിയിൽ. അപ്പോൾ എനിക്ക് ടോട്ടൽ സെയിൽസിൻ്റെ ഡാറ്റ വേണ്ടത്. ടോട്ടൽ സെയിൽസ് ടി വി എത്ര സെല്ല് ചെയ്തു, മൊബൈൽ എത്ര സെല്ല് ചെയ്തു, ജൂൺ മാസം ടി വി എത്ര സെല്ല് ചെയ്തു, മൊബൈൽ എത്ര സെല്ല് ചെയ്തു, വാഷിംഗ് മെഷീൻ എത്ര സെല്ല് ചെയ്തു, റെഫ്രിജറേറ്റർ എത്ര സെല്ല് ചെയ്തു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈക്വൽ ടു കൊടുക്കും, എച്ച് ലുക്കപ്പ് കൊടുക്കും, എച്ച് ലുക്കപ്പ്. ഓക്കെ, എച്ച് ലുക്കപ്പ് കൊടുക്കും. അതിനുശേഷം നമുക്ക് എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? ടി വിൻ്റെ ഡാറ്റ അല്ല. ഓക്കെ, ടി വി ക്ലിക്ക് ചെയ്യുന്നു, കൊമ്മ എടുക്കുന്നു. ഇതിന് ടേബിൾ റേഞ്ച്, ഈ ഒരു റേഞ്ച് നമുക്ക് ലാസ്റ്റ് പിന്നെ കുറച്ച് അതിൻ്റെ പേര് കൊടുക്കാം. ആദ്യം ഞാൻ ഈ റേഞ്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, റേഞ്ച് സെലക്ട് ചെയ്തു. ഇതിൽ ഈ ഒരു ടേബിൾ ഏറിയാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി എത്രാമത്തെ കോളമാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ജൂണിലെ ഡാറ്റ നമുക്ക് വേണ്ടത്, ജൂണിലെ അല്ലേ. അപ്പം ഒന്നാമത്തെ റോ 1, 2, 3, നാലാമത്തെ, ഇതിനകത്ത് ഇപ്പോൾ നാലാമത്തെ റോ ആയിട്ടാണ് ഈ ജൂൺ മന്തിൻ്റെ ഡാറ്റ വരുന്നത് അല്ലേ, നാലാമത്തെ. അപ്പോൾ 4 കൊടുക്കും, കോമയുടെ എക്സാക്റ്റ് മാച്ച് ആയിരിക്കണം നേരത്തെ. അപ്പോൾ 0 പോസ് ചെയ്യുക, എൻ്റർ ചെയ്യാം. അപ്പോൾ ടി വിൻ്റെ ജൂൺ മാസത്തെ ഡാറ്റ സെല്ലിങ് ടോട്ടൽ സെയിൽ എത്ര? ടി വിൻ്റെ 21 കിട്ടിയിട്ടുണ്ട്. സെയിം പാറ്റേണിൽ നമ്മൾ എന്താ ഫോളോ ചെയ്യേണ്ടത്? ആദ്യം ഞാൻ ഇതിൻ്റെ ടേബിളിൻ്റെ പേര് മാറ്റട്ടെ. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇത് സെയിൽസ് എന്നടിക്കാം, ടേബിളിൻ്റെ പേര്. ഓക്കെ, ഇനിയിപ്പം സ്വാഭാവികമായിട്ടൊന്നായി നമുക്ക് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റേഞ്ച് മാറ്റിയിട്ട് SAL ഇന്ന് അടിക്കുമ്പോൾ തന്നെ സെയിൽസ് വന്നുണ്ടോ, ടേബിളിൻ്റെ ഒരു ഫോർമാറ്റിൽ തന്നെ വന്നു സെയിൽസ് 4. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് ശരിയായിട്ട് വരുമോ നോക്കാം. ഓക്കെ, മൊബൈലിൻ്റെ ജൂൺ മാസത്തെ ഡാറ്റ 25, വാഷിംഗ് മെഷീൻ്റെ 18, റെഫ്രിജറേറ്ററിൻ്റെ 17. ഓട്ടോമാറ്റിക്കലി ഞാൻ മുന്നേ പറയാറ് പോലെ എല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നു കഴിഞ്ഞു. കാരണം മൊബൈലിൽ അടുത്ത സെലക്റ്റായി, ഓട്ടോമാറ്റിക് സെലക്ട് ആയി. സെയിൽസ് എന്നുള്ള ടേബിളിൽ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അതൊന്നും മാറുന്നില്ല. 4, നാലാമത്തെ. ഓക്കെ, നാലാമത്തെ മറ്റേ റോ വാല്യൂ, നാലാമത്തെ ജൂൺ മാസത്തെ എക്സാക്റ്റ് മാച്ച് കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ. ഓക്കെ, ഇനിയിപ്പോൾ ഡിസംബർ മാസത്തെ അങ്ങനെ നമുക്ക് നോക്കാം. ഡിസംബർ മാസത്തെ എങ്ങനെയാണ്? എച്ച് ലുക്കപ്പ്, എന്നിട്ട് ടി വിനെ സെർച്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടേബിൾ ഏറെ എന്ന പേര് കൊടുത്ത് സെയിൽസ് എന്നുള്ള ടേബിളിലെ ടി വിനെ സെർച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം റോ ഇൻഡെക്സ് നമ്പർ എത്രാമത്തെയാണ്? 1, 2, ഇത് ഒന്നാമത്തെ, ഇത് ഒന്നാമത്തെ റോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10ാമത്തെ റോ വാല്യൂൻ്റെ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടത്, ഡാറ്റ എടുക്കേണ്ടത്. ഇനി എക്സാക്റ്റ് മാച്ചാണോ? 0 എൻ്റെ എൻ്റർ ചെയ്യും. അപ്പം ഡിസംബർ മാസത്തെ ടി വിൻ്റെ സെയിൽസ് എത്രയാണ്? 15 വന്നിട്ടുണ്ടല്ലോ, 15 വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം എനിക്ക് പ്രോപ്പർലി താഴേക്ക് ഡ്രാഗ് ചെയ്യാം. 20, മൊബൈൽ 20 സെല് ചെയ്തിട്ടുണ്ട്, വാഷിംഗ് മെഷീൻ 15, റെഫ്രിജറേറ്റർ 18. ഓക്കെ, ഡാറ്റ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, ഈ ഒരു എക്സ്ട്രാ ടേബിൾ ഉണ്ടാക്കുന്നത് പറയുമ്പോൾ ഈ ഒരു ടി വിയും ഇതും തമ്മിൽ ഏകദേശം കറക്റ്റായിരിക്കണം. അതായത് സെയിം തന്നെ ആയിരിക്കണം. ടി വി, മൊബൈൽ, അവിടെ സ്പേസോ ഇങ്ങനെ എക്സ്ട്രാ ഒന്നും വരാൻ പാടില്ല. എക്സാക്റ്റ് മാച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. എക്സാക്റ്റ് മാച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ പോലും അത് കൺസിഡർ ചെയ്യില്ല, അത് സെറ്റായിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ ഇപ്പോൾ വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരുത്താൻ പാടില്ല. ഇവിടെ എന്താ ഉള്ളത് അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യണം. നമ്മൾ പൊതുവേ ഇവിടെ എക്സാക്റ്റ് മാച്ച് കൊടുക്കുമ്പോൾ എല്ലാത്ത പക്ഷേ എക്സാക്റ്റ് മാച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പം മൊബൈൽ 1 എന്ന് കൊടുക്കും, ജസ്റ്റ് 1 ഞാൻ അടിച്ചു പോയി, പക്ഷേ ആൻസർ കിട്ടില്ല. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു ജസ്റ്റ് 1 എന്ന് ടൈപ്പ് ചെയ്യുന്ന വിചാരിക്കും. അതായത്
ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് എക്സാക്ട് മാച്ചാണ്, ഒന്ന് അപ്രോപ്രിയേറ്റ് മാച്ചാണ്. ഞാൻ അപ്രോപ്രിയേറ്റ് മാച്ച് എന്ന് പറഞ്ഞിട്ട് വണ്ണാണ് ഞാൻ നമ്പർ ഓൾറെഡി പറഞ്ഞല്ലോ, വണ്ണാണ് നമുക്ക് വേണ്ടത്. അപ്രോപ്രിയേറ്റ് മാച്ച് കൊടുക്കുമ്പോൾ വണ്ണെന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കൊടുത്തിട്ടുണ്ട്, എൻ്റർ ചെയ്യുക. അപ്പോൾ 1 കൊടുക്കുമ്പോൾ വന്നു ആൻസർ. ജൂൺ മാസത്തെ ഡാറ്റ, മൊബൈലിലെ ഡാറ്റ 25 വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ തെറ്റായിട്ട് അടിച്ചിന്, 1 കൊടുത്തു, എന്നിട്ടും അത് വന്നു, മൊബൈൽ 1 കൊടുത്തു. പക്ഷേ മൊബൈൽ അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്, ആ രീതിയിൽ ചെക്ക് ചെയ്യുക. 1 രീതിയിലും 1 അടിച്ചാലും പ്രശ്നമില്ല, കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഏകദേശം ഇതിനെ രണ്ടിനും ചെക്ക് ചെയ്യുമ്പോൾ ഏതാണ്ട് ഈക്വലാണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലായി, ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 1 2 കൊടുത്താലും മൊബൈൽ അതിൻ്റെ തന്നെ ഉണ്ടല്ലോ, മൊബൈൽ ഈക്വൽ ടു മൊബൈൽ, ആ രീതിയിലാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എക്സാക്ട് മാച്ച് ഇത് പ്രോപ്പറേറ്റ് മാച്ച് കൊടുത്തുകൊണ്ടോ, എക്സാക്ട് മാച്ച് കൊടുത്താൽ ഇനി 0 കൊടുത്താൽ ആൻസർ കിട്ടും, ആ രീതിയിൽ. അതുകൊണ്ട് 2 ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അപ്രോപ്പറേറ്റ് മാച്ച് എക്സാക്ട് മാച്ചും. എക്സാക്ട് മാച്ച് ആകുമ്പോൾ നമ്മൾ പക്കയായിട്ട് ഇത് ഇപ്പുറത്തെ വാല്യൂ കറക്റ്റ് ആയിരിക്കണം, ടേബിളിലും ഇതും തമ്മിലുള്ള വാല്യൂ കമ്പയർ ചെയ്യുന്നതാണ്. അതപ്പോൾ അത് എക്സാക്ട്ലി കറക്റ്റ് ആയിരിക്കണം, അവിടെ സ്പേസോ ഇതെല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.